അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പല ആളുകളും ഇസ്ലാം തീവ്രവാദമാണ്, അല്ലെങ്കിൽ ഇസ്ലാം ഭീകരാക്രമമാണ്, അല്ലെങ്കിൽ മറ്റുള്ള അവരെ പൂർണ്ണമായും അകത്ത് നിർത്താൻ, അവരെ അനാവശ്യമായി ആക്രമിക്കാനൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പല ആളുകളും പറയുന്നുണ്ട്. എന്താണ് പറയുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഇസ്ലാമിൻ്റെ പഠനം തന്നെ അങ്ങനെയാണെന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഇസ്ലാം അനാവശ്യമായിട്ടുള്ള ആക്രമിക്കുക, എന്തെങ്കിലും കാരണം കിട്ടിയാൽ ഉപദ്രവിക്കുക, തകർത്ത് തരിപ്പണമാറ്റി കളയാതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ആ ഒരു തിയറി, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആ ഒരു റൂൾസ് ഫുൾ അങ്ങനെയാണെന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നതാണോ ഇല്ലെങ്കിൽ മനസ്സിലാവാതാണോ അറിയില്ല, എന്തായാലും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അങ്ങനെ ഇസ്ലാം തീവ്രവാദവും മറ്റുള്ളവരെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മതമായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് പുണ്യപ്രവാചകൻ പറഞ്ഞത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല അല്ലാഹുവിൻ്റെ റസൂൽ എന്തിനാ പറഞ്ഞത്? അതിനുത്തരം പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ പെട്ട ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അദ്ദേഹം ഒരുപാട് ഇബാദത്തുകളും അമലൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം ഒരു പൂച്ചയെ അനാവശ്യമായി ആക്രമിച്ചു കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വർഗം പോലും നിഷേധിക്കപ്പെട്ടു. അത്രയും ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു നായക്ക്, വിശന്ന് വരഞ്ഞെടുക്കുന്നൊരു നായക്ക് ആ നായയുടെ ദാഹം മാറ്റി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു കാരണം കൊണ്ട് സ്വർഗത്തിൽ പോയ മറ്റൊരു മനുഷ്യൻ, ലോകത്തിൻ്റെ പുണ്യപ്രവാചകൻ ദഅവത്തിന് വേണ്ടി വിശുദ്ധമായ ദീൻ ഇസ്ലാം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രബോധനത്തിനായി പോയപ്പോൾ അവിടുത്തെ ആളുകൾ, ഭ്രാന്തന്മാരും മറ്റുള്ള കുട്ടികളൊക്കെ പുണ്യപ്രവാചകൻ്റെ മേൽ കല്ലും മറ്റും എടുത്ത് വേദനിപ്പിച്ച് പുണ്യപ്രവാചകൻ്റെ ശരീരം മൊത്തം ചോര കൊണ്ട് അഭിഷേകമായി, ചോര കൊണ്ട് തന്നെ ഒലിക്കണ്. എന്നിട്ട് മലക്ക് വന്ന് ചോദിച്ചു, ഞാൻ ഈ 2 പർവ്വതങ്ങൾക്കിടയിൽ അവരെ നശിപ്പിച്ച് കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുണ്യപ്രവാചകൻ പറഞ്ഞത് നശിപ്പിച്ച് കളയാൻ വേണ്ടി ആയിരുന്നില്ല. പുണ്യപ്രവാചകൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യല്ലേ, അവരിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, വെറുതെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നതല്ല, കാരുണ്യം ഉള്ളത് കൊണ്ടാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ പറയുന്നത്. അല്ല, ഇസ്ലാം ഒരിക്കലും ഒന്നും പറയുന്നില്ലല്ലോ. അല്ല, ഇസ്ലാം അങ്ങനെ തീവ്രവാദവും അക്രമവും ഒക്കെ വെറുതെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പുണ്യപ്രവാചകൻ അങ്ങനെ പറയാമായിരുന്നല്ലോ. പറഞ്ഞാലിപ്പോൾ എന്താ, 2 അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യും. പക്ഷെ പുണ്യപ്രവാചകനോട് പറഞ്ഞില്ല. ഒരു പൂച്ചക്ക് ഇത്ര ഇബാദ ചെയ്യുക, അല്ലാഹുവിനെ ആരാധിക്കുന്നൊരു ശിർക്ക് ചെയ്യാത്ത ഒരു മനുഷ്യൻ ഒരു പൂച്ച അനാവശ്യമായി കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്വർഗം തന്നെ നിഷേധിക്കപ്പെട്ടു. പൂർണ്ണമായിട്ടും അദ്ദേഹം ആ ഒരു മനുഷ്യൻ നരകാവകാശിയായി. എന്തിനു വേണ്ടിയായിരുന്നത്? ഇസ്ലാം അങ്ങനെ തീവ്രവാദം അക്രമമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നൊരു മതമായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ആ സ്വർഗം നിഷേധിക്കപ്പെട്ടത്? അദ്ദേഹത്തെ ഒരു പൂർണ്ണമായിട്ടൊരു നരകാവകാശിക്ക് എന്തിനു വേണ്ടിയായിരുന്നു? അതൊക്കെ ബുദ്ധിയും ബോധങ്ങളൊക്കെ പരമാവധി ചിന്തിക്കണം. ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതിനൊരു ചിന്താശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നവർക്ക് ആദ്യം നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ. എനിക്കത്ര പറയാനുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ കാര്യം ചിന്തിക്കാൻ പറയുമുള്ളവരെ, എത്രയോ ഹദീസുകളും ഖുർആനും റഹ്മത്തിൻ്റെ കാരുണ്യം സൂചിപ്പിച്ചുകൊണ്ട് എത്രയോ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഫലസ്തീനിൽ എത്രമാത്രം കുട്ടികളെ, പ്രായമായവരെ, യുദ്ധത്തിൻ്റെ നിയമമാണ് കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കരുതെന്നുള്ളത്. ലംഘിച്ച് ഇങ്ങനെ ഇത്രമാത്രം ഫലസ്തീനിലെ കുട്ടികളെ മറ്റുള്ളവരെയും കൊന്നൊടുക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെയാണോ ആ കാണുന്ന ഗാസയിൽ ഫലസ്തീനിലേക്ക് ഇന്നത്തെ അവസ്ഥ ആക്കിയത്? മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങളല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? ലോകത്തിൽ എത്രമാത്രം ആളുകളെ കൊന്നൊടുക്കി, എത്രമാത്രം ജൂതന്മാരെ കൊന്നൊടുക്കി. അഡോൾഫ് ഹിറ്റ്ലർ മുസ്ലിമായിരുന്നു.
ജോസഫ് സ്റ്റാലിൻ മുസ്ലിം ആയിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ് പറയാനുള്ളവരെ? മുസ്ലിങ്ങളാണ് ഇങ്ങനെ ആക്രമണവും മറ്റു ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും, മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ട് തീവ്രവാദികളാണെന്നും മനുഷ്യരെ വെറുതെ കൊന്നുകളയുന്നതിനാണെന്നും വെറുതെ എന്തിനാണ് പറയുന്നത്? വാസ്തവം നോക്കി പറഞ്ഞാൽ പോരെ.